ഹായ്, എന്നുകൊണ്ട് വിശേഷം? എനിക്കൊരു ഡ്രൈവർ പോസ്റ്റ് കിട്ടി കേട്ടോ. അങ്ങനെ അമ്മേനെയും കൊണ്ട് ഒരു കല്യാണം കൂടാൻ പോവാനായിട്ട് ഡ്രൈവറായിട്ട് ഒരു പോസ്റ്റിംഗ് തന്നിട്ടുണ്ട് നമ്മുടെ അപ്പം തന്നെ. അങ്ങനെ ഞങ്ങൾ രാമപുരം കൂടി എലഞ്ഞിയിലെ സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ചർച്ചിലേക്ക് പോവാണ് കേട്ടോ. ആ പള്ളി വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. എന്നെ ഈ കല്യാണം വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഈ അമ്മ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എല്ലാ വീടുകളും അത്യാവശ്യം നന്നായിട്ട് അറിയാവേ. കാരണം വലിയ അവധിയുടെ സമയത്താണ് നമ്മുടെ അമ്മാവന്മാര് അച്ഛന്മാരൊക്കെ അവധിക്ക് നാട്ടി വരുന്നത്. ആ സമയത്ത് ഓരോ വീടുകളിലും അവർ കയറി പ്രായമായവരൊക്കെ സന്ദർശിക്കുമല്ലോ. അപ്പോൾ ആ കൂടെ ഞാനും പോവും. കൂടെ കുറച്ച് നട്ട്സ്, അങ്ങനത്തെ അച്ഛന്മാർക്ക് കൊടുക്കുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമുക്കും കിട്ടുമല്ലോ. ആ പെട്ടിയിലെ പണ്ട് പക്ഷീനെ കൊടുക്കുമായിരുന്നു, പക്ഷീനെ കൊണ്ട് വന്നതാ. ഇപ്പം ഈ പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് കുറേ മാറ്റങ്ങൾ വന്നു. അവരുടെ മക്കളെ ഒന്നും എനിക്ക് ഇപ്പം കണ്ടാൽ തിരിച്ചറിയത്ത് പോലും ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ഓർമ്മ പുതുക്കാം, അവരോടൊക്കെ സംസാരിക്കാം. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് പോവാം. ശരിക്കും ബന്ധം പറഞ്ഞാൽ അമ്മയുടെ അപ്പൻ്റെ പെങ്ങളുടെ മകനാണ് കല്യാണ ചെറുക്കൻ. അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയവരൊക്കെ കൂട്ടി പിടിച്ച് ഞാൻ ഓരോ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് തകർക്കുമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസം വളരെ എൻജോയ് ചെയ്തത് ഇതിലൊന്നുമല്ല. എവിടെ കല്യാണം കൂടാൻ പോയാലും മിക്കാറും വേഗം പോകാം എപ്പോഴാ ഇറങ്ങണ്ടേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും അമ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തവണ ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. അമ്മയുടെ സമയമെടുത്ത് അമ്മയുടെ ബന്ധുക്കളെയൊക്കെ കണ്ട് സംസാരിച്ച് വർത്താനം പറഞ്ഞ് സന്തോഷമായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. കല്യാണം കൂടി തീർന്നിട്ട് ഞങ്ങൾ പിന്നെ സിമിത്തേരിയിലായിരുന്നു ഒരു സന്ദർശനം. എത്രയോ വർഷങ്ങളായെന്നറിയോ അവരൊക്കെ മരിച്ചു പോയിട്ട്. അപ്പം നമ്മൾ ഇവരെല്ലാം കണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മകളൊക്കെ പുതുക്കി ചിറ്റാറ്റൊക്കെ നടത്തിയിട്ട് നമ്മൾ പിന്നെ സെമിത്തേരിയുടെ പുറത്തായിട്ട് നല്ല മനോഹരമായിട്ട് ഒരു അത്തിമരമൊക്കെ ഉണ്ട്. അതിൻ്റെ ചുവട്ടിലിരുന്ന് വർത്താനം പറയുവാണേ. അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, അത്തിക്കായ കാണാൻ എന്ത് ടേസ്റ്റാ അല്ലേ, പക്ഷേ പച്ചയ്ക്ക് ഇത് കഴിക്കണമെങ്കിൽ നല്ല ചവർപ്പാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ കഥകളൊക്കെ ഈശോ ശപിച്ച ഒരു വൃക്ഷമാണ് അത്തിമരം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഹൗസ് കുട്ടാൻ മണ്ണിക്കളിയൊക്കെ തുടങ്ങി. പിന്നെ അവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ജപമാലയുടെ ഒരു ഗ്രോട്ടോയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഓരോ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആദ്യത്തെ ലോങ് ഡ്രൈവ് വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോയി വണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയൊരു ദിവസമാണ് കേട്ടോ.